ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന്. എൻ്റെ പേര് രഞ്ജിനി, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ചന്ദ്രപ്പൻ, മോള് അലീന. എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായ ഒരു രോഗസൗഖ്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വന്നത് ഏപ്രിൽ 6, 2025 അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് പത്രത്തിലൂടെയാണ്. ഞാൻ കോട്ടയത്ത് ഒരു പള്ളിയിൽ സ്ഥിരം പോകുമായിരുന്നു. അവിടെ പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് സ്ഥിരം ഒരു കസേരയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ആ കസേരയിൽ പലവട്ടം എനിക്ക് പത്രം ലഭിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതാണെന്ന്. ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു ടയർ പഞ്ചർ വർക്ക് സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹം കടയിലേക്ക് പോയ വഴി കടയുടെ അടുത്ത് എത്താറായപ്പോൾ ഒരു 3 കൂടിയ ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിലേക്ക് ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയും അദ്ദേഹം അതിൽ നിന്ന് തെറിച്ച് മുട്ടുകുത്തിയാണ് വീണത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഞാൻ ചെല്ലുമ്പോൾ എക്സ്റേ എടുത്തിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഞാൻ ഈ വിവരം കേട്ട ഉടനെ തന്നെ ഞാൻ ഉടമ്പടി തൈലം, ഉപ്പ്, തേന് എന്നിവയുമായിട്ടാണ് പോയത്. ചെന്ന ഉടനെ തന്നെ ഹസ്ബൻഡിന് ഭയങ്കര വേദനയായിരുന്നു. ഹസ്ബൻഡ് എൻ്റെ ഒടിഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിന് ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നോർമലാണെന്ന് പറഞ്ഞു. ഒന്നരാടം അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. വീട്ടിലെത്തി ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ കാലിന് നീര് കൂടി. പിറ്റേന്ന് ഞങ്ങൾ കോട്ടയം MCHൽ പോവുകയും അവിടെയും എക്സ്റേ എടുത്തു. അതിലും ഒന്നും കണ്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നീര് മാറാത്തത് കൊണ്ട് അവർ CT എടുക്കാൻ പറഞ്ഞു. CT എടുത്തപ്പോഴേക്കും മുട്ടിലെ ലിഗമെൻറ്റ്സ് മുഴുവനും പൊട്ടി. അതുകൂടാതെ അസ്ഥിക്ക് ഒരു ചെറിയ പൊട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് സർജറി ആവശ്യമാണ്, അതായത് കൃത്രിമമായിട്ട് ലിഗമെൻറ്റ്സ് വച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിന് ഈ സർജറിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുവാൻ തന്നെ 80,000 രൂപയാകും. പിന്നെ ബാക്കി ചിലവുകൾ വേറെ. ഞങ്ങൾക്ക് അപ്പോൾ ഉടനെ 80,000 രൂപ എടുക്കാനുള്ള നിവൃത്തിയൊന്നും അപ്പോൾ ഇല്ലായിരുന്നു. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് വന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ 40,000 രൂപയെ അപ്പോഴെൻ്റെ കയ്യിലുള്ളൂ. അതുമായിട്ടാണ് പോകുന്നത്. ഞാൻ മാതാവ് വഴി പലരും സഹായിച്ചിട്ടാണ് ആ 40,000 രൂപ എനിക്ക് ലഭിച്ചത്. ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ ബാക്കി തുക എങ്ങനെയെങ്കിലും ഒപ്പിക്കാം എന്ന് കരുതിയാണ് ആ ഒരു ധൈര്യത്തിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ചെസ്റ്റിൻ്റെ അനസ്തീഷ്യയ്ക്ക് വേണ്ടി ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ ഒരു കഫക്കെട്ടുണ്ടായിരുന്നു. അതായത് ഇത് സംഭവിക്കുന്നതിന് 6 മാസം മുമ്പ് ഹസ്ബൻഡിന് ന്യൂമോണിയ വന്നിരുന്നു. അപ്പോഴുള്ള കഫക്കെട്ട് മാറാതെ കിടക്കുന്നതാണ്. അതുകൊണ്ട് ചെസ്റ്റിന് ഫിറ്റ്നസ് കിട്ടിയില്ല. ചെസ്റ്റിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് കഫക്കെട്ട് മാറിയതിന് ശേഷം വരാൻ പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ചയായിരുന്നു OP. പിറ്റേ വെള്ളിയാഴ്ച പോകാനിരിക്കെ തലേ ദിവസം മക്കൾക്ക് വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഒരു കാറിൽ നിന്നിട്ട് പോയി ഇടിച്ചു. അവിടെ കണ്ടു നിന്നവർ പറഞ്ഞിരുന്നത് അവർ 3 പേരും രക്ഷപ്പെടില്ല, അതുപോലെ മരണം തന്നെ സംഭവിക്കേണ്ട ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്നാണ്. എന്നാൽ അവർ രക്ഷപ്പെടുകയുണ്ടായി. മോൾക്കായിരുന്നു കൂടുതൽ കൂടുതലായിട്ടുള്ള ചെറിയ പരിക്കുണ്ടായിരുന്നല്ലോ മുട്ടിൽ. അതും ലിഗ്മെൻസിന് തന്നെയായിരുന്നു പ്രശ്നമെങ്കിലും ചികിത്സയൊന്നും കൂടാതെ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ കാല് സുഖപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ആ സർജറി അവിടെ മുടങ്ങി. അതും മാതാവ് ആണ് മുടക്കിയത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിറ്റേ ആഴ്ച ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ചയാണ് പോകേണ്ടത്. വ്യാഴാഴ്ച ആയപ്പോഴേക്കും ഹസ്ബൻഡ് എന്നോട് പറയുന്നു, ഞാൻ നാളെ മെഡിക്കൽ കോളേജിൽ പോകുന്നില്ല, എൻ്റെ കാലിന് സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ അതിന് മുമ്പും അഡ്മിറ്റായി കിടന്ന ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സർജറി കൂടാതെ മാതാവ് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് സുഖപ്പെടുത്തി തരണമേ എന്നായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ അന്ന് വൈകിട്ട് തന്നെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞ് അന്ന് വൈകിട്ട് എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ മാതാവിനോട് ഞാൻ അപേക്ഷിച്ചു, അമ്മ മാതാവേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് അമ്മ തന്നെ സുഖപ്പെടുത്തി തരുമെന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഡെയിലി 4 മണിക്ക് എഴുന്നേൽക്കും. അന്ന് 4 മണിക്ക് എൻ്റെ കണ്ണ് തുറക്കുന്നത് മുറിയിൽ അതിശക്തമായ ഒരു പ്രകാശം അനുഭവപ്പെട്ടിട്ടാണ് എൻ്റെ കണ്ണ് തുറന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം നൽകുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല. അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പിന്നീട് ചെക്കപ്പ് ചെയ്തപ്പോൾ കാലിന് കുഴപ്പമൊന്നുമില്ല. ആ പൊട്ടലുണ്ടായിരുന്നതും മാറി, കാലിപ്പോൾ ഓക്കെ ആയി. അതുകൂടാതെ എനിക്ക് കുറേ നാളുകളായിട്ട് എൻ്റെ ബോഡിയുടെ ഇടതുവശത്ത് മരപ്പുണ്ടായിരുന്നു, തലയിലും മരവിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി എനിക്കൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തലകറക്കം ഉണ്ടാവുകയും ഞാൻ വെച്ച് വീഴാൻ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. കാഷ്വാലിറ്റിയിലാണത് കാണിച്ചത്. അപ്പോൾ അവർ ന്യൂറോയിൽ കാണിക്കാൻ പറഞ്ഞു. ന്യൂറോയിൽ കാണിച്ചപ്പോൾ അവരെന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സ്ട്രോക്ക് വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് CT എടുക്കണമെന്ന് പറഞ്ഞു. ബ്ലഡ് ചെക്കുകളൊക്കെ ചെയ്തു. അപ്പോൾ CT എടുക്കാൻ കയറിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, മാതാവ് എൻ്റെ അസുഖം എന്താണെന്ന് ഒന്നുകിൽ ഡോക്ടർമാർക്ക് കാട്ടിക്കൊടുക്കണം, അതല്ല എങ്കിൽ മാതാവ് തന്നെ എൻ്റെ അസുഖം മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നത്. CTക്ക് കിടന്നപ്പോൾ ഇതുപോലെ തന്നെ അതിശക്തമായ ഒരു പ്രകാശം എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. റിസൾട്ട് വന്നപ്പോൾ എല്ലാം നോർമലായിരുന്നു. അതുകൊണ്ട് അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. എനിക്ക് 1 മാസത്തേക്കുള്ള മരുന്ന് തന്നാണ് വിട്ടത്. പക്ഷെ ഞാനത് കഴിച്ചില്ല. കുറച്ച് ദിവസം കഴിച്ചു, പിന്നെ ഞാനത് കഴിച്ചില്ല. എനിക്ക് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയുടെ ഫലമായി ആ അസുഖം മാറിക്കിട്ടി. എനിക്ക് 2 ലോൺ ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ലോൺ 3 ലക്ഷത്തിൻ്റെ ആയിരുന്നു. 1,60,000 വരെ ഞങ്ങൾ അടച്ചതായിരുന്നു. പിന്നീട് അത് പെൻഡിങ് ആയി, അടയ്ക്കാൻ സാധിച്ചില്ല. പലിശ കയറി ഈ 3 ലക്ഷത്തിന് മേളിൽ പോയായിരുന്നു. ആ ലോൺ എനിക്ക് വെറും 35,000 രൂപ കൊടുത്ത് ഈ കഴിഞ്ഞ ഞാൻ ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഈ യൂട്യൂബിലൂടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും സാക്ഷ്യം കേൾക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ലോൺ ക്ലോസ് ആയി കിട്ടുകയും ചെയ്തു. 35,000 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ. അതുപോലെ തന്നെ അത് വേറൊരു ചെറിയൊരു വണ്ടി വാങ്ങിച്ചതിൻ്റെ ഒരു EMI മുടങ്ങിയായിരുന്നു. അതിങ്ങനെ പലിശ കയറി ഒരു തുകയായിരുന്നു. അതും ഇതുപോലെ തന്നെ എനിക്ക് ചെറിയ തുകയിൽ എനിക്ക് ക്ലോസ് ആയി കിട്ടുകയുണ്ടായി. പിന്നെ ഞങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. മുറ്റം വളരെ കുറവാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ ഒരു അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയോട് ഹസ്ബൻഡ് ഒരിക്കൽ ചോദിച്ചു, ഈ സ്ഥലം വയ്ക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എൻ്റെ മരണശേഷം ബോഡി ഇവിടെ തന്നെ വയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ കാലശേഷം മക്കൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഹസ്ബൻഡിന് ആക്സിഡൻ്റായി പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന ആ ടൈമിൽ ആ അമ്മച്ചിയുടെ മോള് വിളിക്കുകയും ഞങ്ങൾ സ്ഥലം വിൽക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് തന്നെ തന്നേക്കാം എന്ന് പറയുകയും ഉണ്ടായി. ആ സമയം ഞങ്ങൾ 0 മെറിറ്റിലായിരുന്നു. ഞങ്ങൾക്കത് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു. മാതാവ് തന്നെ അതിനുള്ള വഴി ഒരുക്കി തന്നു. ഞങ്ങൾക്ക് ആ 2 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു. പിന്നെ മോള് +1 +1 എക്സാം കഴിഞ്ഞിട്ട് ബോട്ടണി എക്സാം കഴിഞ്ഞിട്ട് വന്ന അമ്മ ഞാൻ ബോട്ടണിക്ക് തോക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളെന്നും എന്നോട് പറയും, അമ്മ ഞാൻ ബോട്ടണിക്ക് തോക്കുന്നു. അവളും ഞങ്ങളുടെ ഈ സന്ധ്യാപ്രാർത്ഥനയിലും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലും മക്കളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ 5 പേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ്. അവരും ഉടമ്പടി നേർച്ച വസ്തുക്കളും എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട്. അവളും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായി അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ ബോട്ടണിക്ക് നല്ല മാർക്കോടുകൂടി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടുകൂടി അവൾ പാസ്സാവുകയും ചെയ്തു. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്നത്
കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും വാർഡ് വഴി രോഗികളെ സന്ദർശിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം ഞാൻ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോകും. ആവശ്യമായിട്ടുള്ളവർക്ക് ഞാൻ ഉപ്പ്, തൈലം, തേനൊക്കെ കൊടുക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഇവിടെ നിന്നും വെഞ്ചരിച്ച കാശ് രൂപം വാങ്ങി കൊണ്ടുപോയി അതും ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആത്മീയ ജീവിതം ഞാൻ ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പം റോഡ് സൈഡിൽ ആരെങ്കിലും ആവശ്യരായ, അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരും ബുദ്ധിമാന്യം സംഭവിച്ചവർ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മാത്രമല്ല, എൻ്റെ ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ നിത്യവും ഞാൻ ഈ ലോകത്തിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കാറ്. അതായത് ഈ ലോകത്തിലുള്ള സ്ഥലരഹിതർ, ഭവനരഹിതർ, കുട്ടികളില്ലാത്ത ദമ്പതികൾ, അതോടൊപ്പം തന്നെ മാറാരോഗികൾ, അവർക്കൊക്കെയും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നിത്യപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ ബൈബിളുണ്ട് ഞങ്ങൾക്കെല്ലാം. ഞാനൊരു ക്രൈസ്തവയാണ്. ഇവിടുന്ന് കൊന്ത വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ പലർക്കും കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും ഭർത്താവും മക്കളും കൊന്ത ധരിക്കുന്നുണ്ട്. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണ്. ഒന്നുമില്ലാത്ത അവസരത്തിൽ, അതായത് ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയിരുന്ന സമയത്താണ് അടുത്തുള്ള ഒരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ വാങ്ങാനായിട്ട് കയ്യിൽ 0 മെറിറ്റാണ്, ഒരു ക്യാഷില്ല, സാമ്പത്തികമായിട്ട് 0 ആയിട്ടിരിക്കുന്ന സമയത്താണ് അടുത്തുള്ള സ്ഥലം വിൽക്കാനായിട്ട് അവർ വരുന്നത്. അതും ഈശോയും അമ്മയും ഇടപെട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഇവർക്ക് വാങ്ങിക്കാൻ സാധിച്ചു. അത് എൻ്റെ കയ്യിൽ ഒരു മെറിറ്റും ഇല്ലാത്തപ്പോഴാണ് ദൈവത്തിൻ്റെ മെറിറ്റ് വർക്ക് ചെയ്യണത്. നോ മെറിറ്റ്, പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപയാണത്. ദൈവത്തിൻ്റെ കൃപയാൽ പെട്ടെന്ന് തന്നെ ആ കാശ് അവിടുന്ന് റെഡിയാക്കാനും ആരിൽ കൂടിയോ പെട്ടെന്ന് സഹായം ലഭിക്കുകയും ആക്സിഡൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് സർജറിക്ക് വേണ്ടി കുറേ പൈസ വരികയും എവിടെ നിന്നോ കിട്ടിയ ഹെൽപ്പാണ്. അങ്ങനെ ഓരോ രീതിയിലും ദൈവം അങ്ങ് ഇട്ട് കൊടുക്കുകയായിരുന്നു ഇവരുടെ മടിയിലേക്ക്. അങ്ങനെയാണ് ആ സ്ഥലം വാങ്ങുവാൻ സാധിച്ചത്. അതാണ് പറയുന്നത്, വെൻ വി ഹാവ് നമുക്കൊരു മെറിറ്റ് ഇല്ലാത്തപ്പോഴത്തേന് ദൈവത്തിൻ്റെ കൃപ അവിടെയാണ് വർക്ക് ചെയ്യണത്. ഉടമ്പടി മക്കൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മകൾ തന്നെ ബോട്ടണിയുടെ എക്സാമിന് പോയപ്പോൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവുമാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത്. അങ്ങനെ കൊണ്ടാണ് നല്ല മാർക്കോട് കൂടി എക്സാം പാസ്സാകാൻ സാധിച്ചത്. അക്രൈസ്തവരായ മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു ചെന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നല്ലതിനായിട്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുന്നത്. ദുഃഖമായാലും കഷ്ടമായാലും എല്ലാം നല്ലതിനായിട്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ച് ഈശോയുടെ കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എന്ത് തന്നെ സാഹചര്യങ്ങളായാലും, ചിലപ്പോൾ വേദനയാവാം, ദുഃഖങ്ങളാവാം, കഷ്ടങ്ങളാവാം, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും വെറുതെയല്ല, എല്ലാം ഒരു ഉദ്ദേശത്തോടു കൂടിയാണെന്ന് നമുക്കും വിശ്വസിക്കാം. രഞ്ജിനിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.